വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ ഷാലോം പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരെയും ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒക്കെ ഏറെ അനുഗ്രഹപ്രദമായി മാറട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം സ്വയം ശപിച്ച് ശാപമാകുന്നവർ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഒത്തിരി ശാപം പേറി നടക്കുന്ന വ്യക്തികൾ ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സമൂഹത്തിലോ ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ചിലരെ നോക്കി നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്വയം നമ്മൾ പറയാറുണ്ട്, ആ വ്യക്തി അല്ലെ കുടുംബം ഒരു ശാപമേറ്റ കുടുംബമാണെന്ന്. എന്തോ ശാപം ആ വ്യക്തിയുടെ മേൽ വന്നിട്ടുണ്ട് എന്നൊക്കെ അവരുടെ ജീവിത പശ്ചാത്തലം കാണുമ്പോൾ, ഒന്നിനൊന്ന് തകർച്ചയിലേക്ക് പോകുന്ന അവരുടെ ജീവിതം കാണുമ്പോൾ, എല്ലാ മേഖലകളിലും പരാജയം കാണുമ്പോൾ നമ്മൾ ചിലർ അവരെ നോക്കി പറയാറുണ്ട്, ആ വ്യക്തി ഒരു ശപിക്കപ്പെട്ട വ്യക്തിയാണ്, അല്ലെങ്കിൽ ശാപത്തിൻ്റെ ഒരു ഫലം ആ വ്യക്തിയിൽ ഉണ്ട് എന്നൊക്കെ. ഞാൻ സ്നേഹത്തോടെ നിങ്ങൾ പറയട്ടെ, ഒരു വ്യക്തി ശാപമായി മാറുവാൻ മറ്റുള്ളവർ ആ വ്യക്തിയെ ശപിക്കണമെന്നില്ല. ദൈവം ഒരു വ്യക്തിയെ ശപിക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ ദൈവം ശപിക്കുകയില്ല. ഒരു വ്യക്തിയെയും ആരെയും ദൈവം ശപിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ദൈവശാപം എന്ന ഒരു ശാപം ഇല്ല. എന്നാൽ മറ്റുള്ളവർക്ക് പലരെയും ശപിക്കുവാനായിട്ട് സാധിക്കും. അതിൽ തന്നെ പലരുടെയും ശാപങ്ങൾ ഏറ്റതുകൊണ്ടല്ല ഇന്ന് പലരും ശാപമായി ഇരിക്കുന്നത്. പലരുടെയും ഇന്ന് അനുഭവിക്കുന്ന പല തിക്താനുഭവങ്ങളുടെയും തകർച്ചകളുടെയും കാരണം ഒരുപക്ഷെ അവരവർ തന്നെ അവരവരെ ശപിക്കുന്നു എന്നുള്ളതാണ്. തൻ്റെ സ്വന്തം ശാപത്താൽ ശാപം പേറുന്ന പലരെയും നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണുവാൻ സാധിക്കും. കൂടുതൽ വ്യക്തികളും സ്ത്രീകളാണ് അവരവരെ കുറിച്ച് തന്നെ ശപിക്കുന്നത്. തന്നെ തന്നെ ശപിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുപാടുമുണ്ട്. നെഗറ്റീവായി പരാജയത്തിൻ്റെതായ വിധത്തിൽ, തകർച്ചയുടേതായ വിധത്തിൽ നാം നമ്മെ തന്നെ ശപിക്കുക, ശാപവാക്കുകൾ പറയുക. അത് മനഃപൂർവ്വം ആയിരിക്കണമെന്നില്ല. ഒരു ദുഃഖം വരുമ്പോൾ, ഒരു വേദന വരുമ്പോൾ, എല്ലാവരിൽ നിന്നും ഒരു തിരസ്കരണം ഉണ്ടായപ്പോൾ, ഉപേക്ഷിക്കപ്പെട്ട അനുഭവം ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ തൻ്റെ തന്നെ ജീവിതത്തിൽ ഒരു തകർച്ച വരുമ്പോൾ, അതിൻ്റെ നടുവിൽ പെട്ടെന്നുള്ള മനപ്രയാസത്താൽ നമ്മൾ നമ്മെ തന്നെ ശപിക്കാറുണ്ട്. നമ്മെ തന്നെ നമ്മൾ ശാപവാക്കുകൾ നമ്മുടെ മേൽ നമ്മൾ ചുരിയാറുണ്ട്. അങ്ങനെയാണ് പലരും സമാധാനം അല്ലെങ്കിൽ ആശ്വാസം കണ്ടെത്തുന്നത്. ബൈബിളിൽ മനോഹരമായൊരു വചനമുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. വചനം ഇപ്രകാരമാണ്: നീ നിന്റെ സംസാരത്തിൽ കുടുക്കിലാവുകയോ വാക്കുകളാൽ കുടുങ്ങിപ്പോകുകയോ ചെയ്തിട്ടുണ്ടോ? നീ നിന്റെ വാക്കുകളിൽ കുടുക്കിലാകുകയോ കുടുങ്ങിപ്പോകുകയോ ചെയ്തിട്ടുണ്ടോ?
നമ്മുടെ വാക്കുകൾക്കകത്ത് നമുക്കുള്ള കുടുങ്ങുന്ന അവസ്ഥ ഉണ്ട് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മളെ കുടുക്കിലാക്കുന്ന കുടുക്കുകൾ, നമ്മളെ തകർക്കുന്ന തകർച്ചകൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്കകത്തുണ്ട്. അപ്പോൾ തിരുവചനം പഠിപ്പിക്കുകയാണ്, നീ നിന്റെ സംസാരത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ സംസാരത്തിലൂടെ കടന്നു വരുന്ന വാക്കുകൾ, ആ വാക്കുകൾ നമ്മളെ കുടുക്കിക്കളയുന്നതാണ്. വലിയ പ്രശ്നങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ആഴിയുടെ ആഴങ്ങളിലേക്ക്, പ്രിയമുള്ളവരെ, നമ്മുടെ തന്നെ വാക്കുകളും നമ്മുടെ തന്നെ സംസാരങ്ങളും നമ്മളെ തകർച്ചയിലെത്തിക്കുന്നു, വലിയ ശാപത്തിൽ നമ്മളെ എത്തിക്കുന്നു. ഇന്ന് പലരുടെയും ജീവിതത്തിൽ പലർക്കും വാക്കുകൾ എങ്ങനെയാണ് ക്രമപ്പെടുത്തി, മിതപ്പെടുത്തി, തെറ്റുവരാത്ത വിധത്തിൽ നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ സംസാരം കാട് കയറി പോകുന്ന അനേക വ്യക്തികളുണ്ട്. സംസാരത്തിൽ തെറ്റുവരുത്താത്തവൻ പൂർണ്ണനാണ് എന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്തവൻ. അപ്പോൾ നമ്മുടെ സംസാരത്തിൽ നമ്മൾ കുടുങ്ങിപ്പോവുകയാണ്. നമ്മുടെ വായിലൂടെ വരുന്ന വാക്കുകൾ, മറ്റുള്ളവരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ, ദ്വയ അർത്ഥമുള്ള വാക്കുകൾ, ശാപത്തിൻ്റെ ധ്വനി വരുന്ന വാക്കുകൾ, നെഗറ്റീവായ തകർച്ചയുടേതായ വാക്കുകൾ ഞാൻ എൻ്റെ വായിലൂടെ, എൻ്റെ സംസാരത്തിലൂടെ പുറത്തോട്ട് വരുമ്പോൾ എനിക്ക് തന്നെ അത് കുടുക്കായി മാറുന്നു, കുരുക്കായി മാറുന്നു. എന്നെ കുരുക്കുന്ന കുടുക്കായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ആയതിനാൽ പ്രിയമുള്ളവരെ, നാം ഒരിക്കലും നമ്മുടെ വായിൽ നിന്ന് ഒരു മനോവിഷമമുണ്ടാകുമ്പോൾ ആത്മനിയന്ത്രണം കൈവിട്ട് നാം നമ്മെ തന്നെ ശപിക്കരുത്. നമ്മളോട് തന്നെ ശാപവാക്കുകൾ നമ്മൾ പറയരുത്. മറ്റുള്ളവരോടും അങ്ങനെ തന്നെ. മക്കളെ നോക്കി, ജീവിത പങ്കാളിയെ നോക്കി, നമ്മുടെ അയൽവക്കത്തുള്ളവരെ, സ്നേഹിതരെ നോക്കി, നീ അല്ലെങ്കിലും ഗുണം പിടിക്കുകയല്ലടാ, നീ നന്നാകുകയല്ലടാ, നീ ശരിയാകുകയല്ലടാ, നിനക്ക് നല്ല ഭാവിയില്ലടാ, ഇങ്ങനെയുള്ള വാക്കുകൾ ഒരുപക്ഷെ തമാശയായിട്ട് പറഞ്ഞായിരിക്കാം, നിങ്ങൾ കാര്യത്തിൽ പറയുന്നതായിരിക്കാം. എന്തായാലും അങ്ങനെയുള്ള വാക്കുകൾക്ക് അതിൻ്റെതായ അനന്തര ഫലങ്ങളുണ്ട്. ഒരു ഉദാഹരണം ദൈവവചനത്തിൽ നിന്ന്, ഒരു വ്യക്തിയുടെ സംഭവത്തിൽ നിന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. സാംസൺ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കെല്ലാവർക്കും അറിയാം. അമാനുഷികമായ ശക്തിയുണ്ടായിരുന്ന വ്യക്തി, അഭിഷേകത്താൽ നിറഞ്ഞയാൾ, അല്ലേ, ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് ആയിരങ്ങളെ കൊന്നവൻ. അത് കഴിഞ്ഞ് അവൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോവുകയും അവനെ ശത്രു ആൾക്കാർ അവനെ പിടിച്ചു കെട്ടി അവൻ്റെ കണ്ണുകൾ തുരന്നെടുത്ത് പൊട്ടക്കണ്ണനാക്കി മാറ്റി അവനെ പരിഹാസപാത്രനാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് രാജസന്നിധിയിൽ അവനെ കൊണ്ടുവന്നു. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട നിസ്സഹായകനായിട്ട് അവൻ നിൽക്കുകയാണ്. ആയിരങ്ങളുടെ മുമ്പിൽ മല്ലനായിട്ട് നിന്ന, സിംഹങ്ങളെപ്പോലും വലിച്ചു കീറിക്കൊന്ന ശക്തിമാനായ, ദൈവത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തിയ സാംസൺ ഇപ്പോൾ എല്ലാവരുടെ മുമ്പിൽ പരിഹാസപാത്രകനായി നിൽക്കുകയാണ്. ഒരു കൊച്ചുകുട്ടിയാണ് അവൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് അവിടെയോട്ട് അവനെ പരിഹസിക്കുവാൻ അകത്തളങ്ങളിലേക്ക് കൊണ്ടുവന്നത്. അത്രമാത്രം ദുർബലനായി അവൻ മാറ്റപ്പെട്ടു. അവൻ്റെ ആ സ്റ്റേഡിയത്തിൻ്റെ മേൽത്തട്ടിൽ ഒരു 3000-ഓളം പേര് മേൽത്തട്ടിൽ തന്നെ ഇവനെ പരിഹസിക്കുന്ന ആ പ്രവൃത്തി കാണാൻ, ഇവൻ്റെ അഭ്യാസങ്ങൾ കാണാൻ അവിടെ വന്നിരുന്നു. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ വന്നിരുന്നത്. അവന് മനോവിഷമമുണ്ടായി. തൻ്റെ നഷ്ടബോധങ്ങളെ ഓർത്ത് അവൻ പശ്ചാത്തപിച്ചു. തൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടതിനെ ഓർത്ത് അവൻ അനുതപിച്ചു, അവൻ പശ്ചാത്തപിച്ചു.
അവന് വേദനയും ദുഃഖവും നിറഞ്ഞവനായി മാറി. വലിയ 2 തൂണിനോട് ചേർത്ത് അവൻ്റെ 2 കൈകളും ആ തൂണെ ചേർത്ത് വെച്ച് അവർ കെട്ടി, വലിയ കയറുകൊണ്ട് ചങ്ങല കൊണ്ട് കെട്ടി ബന്ധിച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് അവനെ പരിഹസിക്കുന്നത്. ഈ അവസരത്തിൽ ഇതാ സാംസൺ ഇങ്ങനെ ഒരു പ്രാർത്ഥന, അവസാനമായ ഹൃദയം തകർന്നുള്ള ഒരു പ്രാർത്ഥന അവൻ നടത്തുകയാണ്. അത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ന്യായാധിപൻ്റെ പുസ്തകം 16-ാം അധ്യായം 28, 29, 30 വാക്യങ്ങളിലാണ്. അവിടെ സാംസൺ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ നീ ഓർക്കണമേ, ദൈവമേ എന്നെ നീ ഓർക്കണമേ, ദൈവമേ എൻ്റെ നീ പ്രാർത്ഥന കേൾക്കണമേ, എൻ്റെ ദൈവമേ ഒരിക്കൽ കൂടി നീ എനിക്ക് ശക്തി നൽകണമേ. അങ്ങനെ 2-3 പദങ്ങളാണ് ഈ സാംസൺ ഉപയോഗിക്കുന്നത്. അവൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ അവിടെ സംഭവിച്ചു. ദൈവം അവനെ ഓർത്തു, ദൈവം അവൻ്റെ പ്രാർത്ഥന കേട്ടു, ദൈവം അവന് ഒരിക്കൽ കൂടി ശക്തി നൽകി. എന്തെല്ലാം സാംസൺ അവിടെ ഹൃദയം തുറന്ന് അല്ലെങ്കിൽ ഹൃദയം തകർന്ന് പ്രാർത്ഥിച്ചുവോ, ആ പ്രാർത്ഥിച്ചതൊക്കെയും ദൈവം അവന് ചെയ്തു കൊടുത്തു. അവൻ ആ അമാനുഷികമായ ശക്തി ഒരിക്കൽ കൂടി അവൻ പ്രാപിച്ചു. അവൻ്റെ 2 കൈകൾ കൊണ്ട് തൂണുകളെ തള്ളി. അപ്പോൾ എന്ത് ചെയ്തു? അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ ആ കെട്ടിടത്തിൻ്റെ, കൊട്ടാരത്തിൻ്റെ എല്ലാ മേഖലകളും ഇട്ടിഞ്ഞ് തകർന്ന് മേൽക്കൂര ഇവൻ്റെ ദേഹത്തോട്ടും താഴെ നിന്ന് ആയിരക്കണക്കിന് ആൾക്കാരുടെ മേകളിലോട്ടും വീണ് അവിടെ എല്ലാവരും മരിച്ചുപോയി. ഹല്ലേലൂയ. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം, സാംസൺ എന്തുകൊണ്ടാണ് അവിടെ ആ സമയത്ത് മരിക്കുവാനിട വന്നത്? സാംസൺ എന്തുകൊണ്ട് അവിടെ അങ്ങനെ മരിച്ചു? അവിടെ അനേകർ മരിച്ചു അല്ലേ? ആയിരക്കണക്കിന് ആൾക്കാർ ആ കെട്ടിടം വീണ്, കൊട്ടാരം വീണ് ആണ് അവരെല്ലാം മരിച്ചത്. അതിനകത്ത് അവരിൽ ഒരുവനെ പോലെ സാംസൺ മരിച്ചു. എന്തുകൊണ്ടാണ് സാംസൺ അങ്ങനെ മരിക്കുവാനിട വന്നത്? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതിൻ്റെ ഉത്തരം അവൻ്റെ പ്രാർത്ഥനയിൽ തന്നെ ഉണ്ടായിരുന്നു. ആദ്യത്തെ 3 വാക്യങ്ങൾ അവൻ പറഞ്ഞത് ഒരു പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയോടൊപ്പം അവസാനമായി സാംസൺ ഒരു കാര്യം പറഞ്ഞു, അവരോടൊപ്പം ഞാനും മരിക്കട്ടെ, അവരോടൊപ്പം ഞാനും മരിക്കട്ടെ എന്ന് സ്വയം അവനെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ ശാപത്തിൻ്റെ വാക്ക് അവൻ പറഞ്ഞു. ശാപകരമായ ഒരു പ്രാർത്ഥന അവൻ നടത്തി. ആ സമയത്ത് സാംസൺ എന്തെല്ലാം പറഞ്ഞു, ആ പറഞ്ഞതെല്ലാം അവൻ്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത സംഭവിച്ചു. സാംസനെ ദൈവം ഓർത്തു, സാംസന്റെ പ്രാർത്ഥന ദൈവം കേട്ടു, ഒരിക്കൽ കൂടി അവന് ശക്തി ദൈവം കൊടുത്തു. അവൻ ആ ശക്തി ഉപയോഗിച്ച് അവരെ എല്ലാവരെയും കൊന്നു. അതോടൊപ്പം അവൻ അവസാനമായി ഒരു പ്രാർത്ഥന, ഒരു വാക്കുകൂടി പറഞ്ഞു, അവരോടൊപ്പം ഞാനും ചാകട്ടെ, മരിക്കട്ടെ എന്ന സ്വയം ശാപത്തിൻ്റെ വാക്ക്, സ്വയശാപത്തിൻ്റെ ഒരു വാക്ക് അവൻ ആ പ്രാർത്ഥനയോടൊപ്പം കൂട്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് ആണ് സാംസൺ അവിടെ അവരോടൊപ്പം മരിച്ചത്. പ്രിയമുള്ളവരെ, സാംസൺ അന്ന് അവരോടൊപ്പം മരിക്കുവാനായിട്ട് കാരണം അത് ദൈവനിശ്ചയമല്ല. ചുമ്മാ ആ കെട്ടിടം വീണതുകൊണ്ട് മരിച്ചതല്ല. കെട്ടിടത്തിൻ്റെ ഏതോ മേൽക്കൂര വന്ന് ഏതെങ്കിലും സാധനം വന്ന് അവൻ്റെ മേൽ വീണതുകൊണ്ടല്ല അവൻ മരിച്ചത്. പിന്നെയോ അവൻ പറഞ്ഞതിനാൽ, സാംസൺ പറഞ്ഞതിനാൽ, ശാപത്തിൻ്റെ ഒരു വാക്ക്, ശാപകരമായ തൻ്റെ വാക്ക്, ആ സംസാരം അവൻ നടത്തിയത് കൊണ്ട് ആ വാക്കിനകത്ത് അവൻ കുടുങ്ങിപ്പോയി. അത് അവന് കുരുക്കായി മാറി. എന്തെല്ലാം വീണാലും അവന്
മരണം അവന് സംഭവിക്കുകയില്ലായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് സംഭവിച്ചു? അവൻ നല്ലത് എന്ന് തോന്നുന്ന ചില നല്ല പ്രാർത്ഥനകൾ നടത്തുന്നതോടൊപ്പം പറഞ്ഞു, അവരോടൊപ്പം ഞാനും ചാകട്ടെ എന്ന് പറഞ്ഞതിനാൽ അവനും ആ മറ്റു വ്യക്തികളോടൊപ്പം മരിച്ചു. ഹല്ലേലൂയ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പറയുന്ന ശാപകരമായ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ചിലപ്പോൾ അറിയാതെ വരുന്നതായിരിക്കാം, മനോവിഷമത്തിൽ വരുന്നതായിരിക്കാം, നല്ലതെന്ന് തോന്നി പറയുന്നതായിരിക്കാം. നമ്മൾ പറയുന്ന വാക്കുകൾ നമുക്ക് തന്നെ അതൊരു ശാപമായിട്ട് മാറും, മരണമായിട്ട് മാറും, തകർച്ചയായിട്ട് മാറും. അതുകൊണ്ട് ദയവായി ഈ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തെല്ലാം പ്രതികൂലങ്ങൾ നമ്മുടെ ചുറ്റുപാടും നമുക്ക് ഉണ്ടെങ്കിലും, നമ്മുടെ മുൻപിൽ പ്രതികൂലങ്ങൾ മാത്രമാണെങ്കിലും, ആ പ്രതികൂലങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ നമ്മളെ തന്നെ ശപിക്കരുത്, ശാപവാക്ക് പറയരുത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 21-ാമത്തെ തിരുവചനം, ജീവനെ നശിപ്പിക്കാനും പുലർത്തുവാനും നാവിന് കഴിയും, അതിനെ സ്നേഹിക്കുന്നവർ അതിൻ്റെ ഖനി ഭുജിക്കും. കണ്ടോ, ജീവനെ നശിപ്പിക്കുവാനും പുലർത്താനും നാവിന് സാധിക്കും. നമ്മുടെ ജീവനെ പുലർത്താൻ എന്ന് പറഞ്ഞാൽ നിർജീവമായിരിക്കുന്ന ശരീരത്തെ ജീവൻ വെപ്പിക്കാൻ, സജീവമാക്കാൻ, ഉണർവാക്കാൻ നമ്മുടെ വായിലൂടെ പുറപ്പെടുന്ന വാക്കുകൾ ശക്തിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജീവനെ നശിപ്പിക്കാൻ നമ്മുടെ വായിലൂടെ പുറപ്പെടുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്ന് ഈ സാംസന്റെ അനുഭവം നമ്മളെ തെളിയിച്ച് കാണിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ വായിലൂടെ പുറപ്പെടുന്ന ഏത് വാക്കുമായിക്കോട്ടെ, അതിന് ജീവനെ നശിപ്പിക്കാൻ ശക്തിയുണ്ട്, അല്ലെങ്കിൽ ജീവനെ പുലർത്താൻ ശക്തിയുണ്ട്. അതിനെ സ്നേഹിക്കുന്നവർ അതിൻ്റെ ഫലം ഭുജിക്കും, അനുഭവിക്കും. നമ്മൾ ശാപത്തിൻ്റെ വാക്കുകളാണ് പറയുന്നെങ്കിൽ, അതിനെയാണ് സ്നേഹിക്കുന്നെങ്കിൽ, അതാ പറയുന്നെങ്കിൽ അതിൻ്റെ ഫലം ഉണ്ടാകും. അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ, ഉയർച്ചയുടെ വാക്കുകൾ, വിടുതലിൻ്റെ വാക്കുകൾ, പ്രത്യാശയുടെ വാക്കുകളാണ് നമ്മൾ പറയുന്നതെങ്കിൽ, പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കും. ഹല്ലേലൂയ. 1-2 ഉദാഹരണങ്ങൾ കൂടി നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് റെബേക്കയാണ്. റെബേക്ക, പഴയ നിയമത്തിലെ റെബേക്ക എല്ലാവർക്കും സുപരിചിതമായ ഒരു കഥാപാത്രമാണ്. ഇസഹാക്കിൻ്റെ ഭാര്യയാണ്. ഇസഹാക്കിൻ്റെ 2 മക്കളുണ്ടായി. മൂത്ത മകന് കിട്ടേണ്ട അനുഗ്രഹം ഇളയ മകന് കൊടുക്കാൻ, യാക്കോബിന് കൊടുക്കുവാനായിട്ട് അമ്മ ആഗ്രഹിച്ചു. അമ്മ യാക്കോബിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നീ അപ്പന് ഇപ്പം കണ്ണ് കാണാൻ മേലല്ലോ, ഇസഹാക്കിന് കണ്ണ് കാണാൻ മേല, അതുകൊണ്ട് നീ അപ്പൻ്റെ അടുക്കൽ ചെന്ന് വേഷം മാറി ചെന്ന് അപ്പൻ്റെ അനുഗ്രഹം നീ വാങ്ങിര്, ചേട്ടനാണ് എന്ന് പറഞ്ഞ് നീ അങ്ങ് വാങ്ങിച്ചു. അപ്പോൾ യാക്കോബിന് പേടി വന്നു. അയ്യോ, അത് ശരിയല്ലല്ലോ, അത് മോശമല്ലേ, അത് ആൾമാറാട്ടം നടത്തുകയല്ലേ, ഇനി ഞാൻ ആൾ മാറി ആണ് ഈ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അനുഗ്രഹം വാങ്ങുന്നു പറഞ്ഞാൽ അനുഗ്രഹത്തിന് പകരം അപ്പനെങ്ങാനും എന്നെ ശപിച്ചാലോ. ഒട്ടനെ അമ്മ പറയുക, സാരമില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ആ ശാപം എൻ്റെ മേൽ പോരട്ടെ. കണ്ടോ, ആ ശാപം അങ്ങനെ എങ്ങാനും അപ്പൻ ശപിച്ചിട്ടുണ്ടെങ്കിൽ ആ ശാപം ഞാൻ അനുഭവിച്ചോളാം, എൻ്റെ മേൽ പോരട്ടെന്ന്. അത് കഴിഞ്ഞ് വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 27-ാം അധ്യായം 12-13 വാക്യങ്ങളിലാണ് ഞാൻ ഈ പറഞ്ഞ വചനം. നിങ്ങൾ വചനമെടുത്ത് ഒന്ന് ധ്യാനിക്കുന്നതല്ലായിരിക്കും. 27-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, 27:46. അപ്പോൾ ഈ യാക്കോബ് ഇനി വേറെ വിജാതീയരായ സ്ത്രീകളെ ഏതെങ്കിലും കല്യാണം കഴിച്ച് ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്നുള്ള ഭയത്താൽ, അപ്പോൾ ഈ റെബേക്ക പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ജീവിതം മടുത്തു, ഞാൻ എന്തിന് ജീവിക്കണം? കണ്ടോ, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം, എനിക്ക് ജീവിതം മടുത്തു.
ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? എൻ്റെ മകന് ഏതെങ്കിലും വിജാതീയ സ്ത്രീകളെ കൂട്ടിക്കൊണ്ട് ഈ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വീട് അവളുടെയും കൂടെയായി മാറും. അവൾ ഇവിടുത്തെ കാരണവത്തിയായി മാറും. അവൾ ഭരണകർത്താവായി മാറും. മോശം, നാണക്കേട് എന്നുള്ള വേദനയാൽ കണ്ടോ, ഈ റെബേക്ക പറയുകയാണ്, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? എനിക്ക് ജീവിതം മടുത്തു. അങ്ങനെ അസ്വസ്ഥതയായിട്ടിരിക്കാൻ എനിക്ക് വയ്യ. അപ്പോൾ ഈ റെബേക്ക ഇവിടെ 2-3 വട്ടം ഈ ശാപത്തിൻ്റെ വാക്കുകൾ പറയുന്നുണ്ട്. ആ ശാപം എൻ്റെ മേൽ ഇരിക്കട്ടെ, എനിക്ക് ജീവിതം മടുത്തു, ഞാൻ മരിക്കട്ടെ, ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ എന്തിന് ജീവിക്കണം? കണ്ടോ, ഞാൻ എന്തിന് ജീവിക്കണം എന്നുള്ള വാക്കുകൾ പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാവോ, പിന്നീട് ഒരിക്കലും റെബേക്കയെക്കുറിച്ച് ബൈബിൾ പറയുന്നില്ല. റെബേക്കയെക്കുറിച്ച് പിന്നീടുള്ള ഒരു ഭാഗത്തും റെബേക്കയെക്കുറിച്ച് ബൈബിൾ സൂചിപ്പിക്കുന്നു പോലുമില്ല. ഇതാണ് സ്വയശാപത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ഉൽപ്പത്തിയുടെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം. അമ്മാവനായ ലാബാൻ്റെ വീട്ടിൽ യാക്കോബ് തൻ്റെ അമ്മാവൻ്റെ മൂത്തവളെ ആദ്യം കെട്ടി, പിന്നെ രണ്ടാമത്തവളെ കെട്ടി. കുറേ വർഷം, 14 വർഷം അവിടെ ജീവിച്ചു. കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ അവർ സ്വന്തം ഭവനത്തിലോട്ട്, സ്വന്തം നാട്ടിലോട്ട്, കാനാൻ ദേശത്തിലേക്ക് മടങ്ങുകയാണ്. പോരുന്ന വഴിക്ക് ഈ രണ്ടാമത്തെ കെട്ടിയ അവൾ അപ്പൻ്റെ ഒരു കുലവിഗ്രഹം, വീട്ടിൽ നിന്ന് ഒരു വിഗ്രഹം മോഷ്ടിച്ചുകൊണ്ടാണ് റാഹേൽ പോകുന്നത്. അത് ഭർത്താവായ യാക്കോബും അറിയുന്നില്ല, ആരും അറിയുന്നില്ല. അപ്പൻ്റെ ഒരു കുല വിഗ്രഹം മോഷ്ടിച്ച് തുണിപ്പുതി ചാക്കിനകത്ത് കെട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ മരുഭൂമിയിൽ വെച്ച് പോകുന്ന വഴി പുറകെ ഈ ലാബാൻ പുറകെ ഒറ്റപ്പുറത്ത് ആൾക്കാരുടെ അകമ്പടിയോടെ വന്ന് മരുഭൂമിയിൽ വെച്ച് യാക്കോബിനെ പിടിച്ചിട്ട് പറയുകയാണ്, എൻ്റെ വീട്ടിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ വിഗ്രഹം എവിടെ? ഞങ്ങളുടെ കുലദൈവം എവിടെ? നീ എന്തിനാണ് അത് മോഷ്ടിച്ചുകൊണ്ട് പോയത്? ഞാൻ അവിടെ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. യാക്കോബ് പറയുകയാണ്, ഞങ്ങളാരും നിൻ്റെ കുലദൈവത്തെ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടില്ല, ആരും എടുത്തിട്ടില്ല. അങ്ങനെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ശപിക്കപ്പെടട്ടെ. കണ്ടോ? പക്ഷേ റാഹേൽ എടുത്ത വിവരം, ഭാര്യയായ റാഹേൽ എടുത്ത വിവരം യാക്കോബ് അറിഞ്ഞിരുന്നില്ല. പക്ഷേ യാക്കോബ് അങ്ങോട്ട് കയറി പറയുകയാണ്, അങ്ങനെ ആ കുലദൈവം ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ ശാപം അവളുടെ മേൽ ഇരിക്കട്ടെ എന്ന്. കണ്ടോ? അപ്പോൾ ആ ശാപം ആരുടെ മേൽ വന്നു? റാഹേലിൻ്റെ മേൽ വന്നു. ഉൽപ്പത്തി 35-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, റാഹേൽ ഇളയ കുഞ്ഞ് ബെഞ്ചമിനെ പ്രസവിക്കുകയാണ്. ആ പ്രസവത്തോടെ റാഹേൽ അതാ മരിക്കുന്നു, മരണമടയുന്നു. കണ്ടു? അത് അവരെ യാത്രയിടയിൽ ആ വഴിവെക്കി തന്നെ, ആ സ്ഥലത്ത് തന്നെ കുഴിമാന്തി അവളെ അവിടെ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശാപം സ്വയം ഏറ്റുവാങ്ങുന്ന ചില സ്ത്രീകളെ നമ്മളിവിടെ കണ്ടു. നമ്മുടെ ഇടയിലും ഇതുപോലെയുള്ള പല വ്യക്തികളും കാണും. കുടുംബത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ, ഭർത്താവുമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ, മക്കളുമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ സ്വയം നമ്മൾ ശപിക്കാറുണ്ട്. ഞാൻ അനുഭവിച്ചോളാം, നിങ്ങൾക്ക് മുടക്കൊന്നുമില്ലോ, എൻ്റെ മേൽ വന്നോട്ടെ, നിങ്ങൾക്ക് മുടക്കില്ലല്ലോ, ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ, ഞാൻ ചത്തുപോയിരുന്നെങ്കിൽ, ദൈവമേ എന്നെ കൂടെ ഓർക്കണമേ, എന്നെ കൂടെ എടുക്കണമേ, നീ മുട്ടിഞ്ഞു പോകും, നീ ശരിയാകുകയില്ല, ഈ അല്ലേലും ഞാനിത് അനുഭവിക്കാനാണ്, എനിക്കിത് വരണം, ഇത് എന്നെ കൊണ്ടേ പോകൂ. ഇങ്ങനെയുള്ള വാക്കുകൾ, പദങ്ങൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിക്കുന്നുണ്ട്. പലവട്ടം പലരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ പറഞ്ഞ വാക്കിനകത്ത് ഒരു നശീകരണ ശക്തിയുണ്ട്, ശാപത്തിൻ്റെ ശക്തിയുണ്ട്, മരണത്തിൻ്റെ ശക്തി, ഒരു പവർ അതിനകത്തുണ്ട്. അത് നമ്മളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും, അത് നമ്മളിൽ സംഭവിക്കും. അതാണ് ശാപം സ്വയം ഏറ്റുവാങ്ങുന്ന വ്യക്തി,
സ്വയം ശപിച്ച് ശാപമായി തീരുന്ന അനേകര്, സ്വയം ശപിച്ച് ശാപം പേറി ജീവിക്കുക. ചിലർക്ക് ഉയർച്ചയുണ്ടാകാത്തതിൻ്റെ കാരണം, അഭിവൃദ്ധി ഉണ്ടാകാത്തതിൻ്റെ കാരണം, എവിടെയും തടസ്സങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം അവരെ തന്നെ എന്തെങ്കിലും ശപിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് ഇത് പരിശോധിക്കുക, ഈ ശബ്ദം കേൾക്കുന്നവർ പരിശോധിക്കുക. നമുക്ക് എന്ത് ചെയ്യണം? മാറ്റം വരുത്തണം. എന്ത് പ്രതികൂലമായ സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതെങ്കിലും അപ്പോഴും ആ പ്രതികൂലങ്ങളെ നോക്കിക്കൊണ്ട് സ്വയം ശപിക്കരുത്. അപ്പോഴും പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച അബ്രഹാത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ദൈവം ഇടപെടും, ദൈവം നയിക്കും. ഞാൻ അനുഗ്രഹമാണ്, ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഈ വിഷയങ്ങൾ മാറും, ഈ പ്രശ്നത്തിന്, ഈ പ്രതിസന്ധിക്ക് മാറ്റമുണ്ടാകും, ഈ രോഗം മാറും, ഈ കടബാധ്യത മാറും, മക്കൾ അനുഗ്രഹിക്കപ്പെടും എന്ന് പറ. ശാപത്തിൻ്റെ വാക്ക് സ്വയം പറഞ്ഞ് ശാപമായി മാറാതെ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അനുഗ്രഹമായി മാറുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും നിന്റെ കൃപ സമർത്ഥമായി ഒരുങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, അതിശക്തിയോടെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തെറ്റായ ചിന്തകൾ, തെറ്റായ കാഴ്ചപ്പാടുകൾ, തെറ്റായ അഭിപ്രായങ്ങൾ യേശു നാമത്തിൽ മാറട്ടെ. ശാപത്തിൻ്റെ വാക്കുകൾ മാറട്ടെ. ഇവിടെ നാവ് വിശുദ്ധീകരിക്കപ്പെടട്ടെ. അശുദ്ധമായത്, ശാപകരമായ വാക്കുകൾ പറയുന്ന ആ അരൂപി ഇവരുടെ നാവിൽ നിന്ന്, ഇവരുടെ സംസാരങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ ഇവരുടെ നാവ് വിശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവിൻ്റെ അഭിഷേകം ഇവരുടെ നാവിൻ്റെ മേൽ വ്യാപരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വന്തം വാക്കിനാൽ കുടുക്കിലായ എല്ലാവരുടെ മേലും ദൈവ കൃപയിറങ്ങി അവരുടെ മേൽ ശാപം മാറി അനുഗ്രഹം കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിൽ നിന്ന് സൗഖ്യത്തിലേക്ക് മക്കൾ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ശാപങ്ങൾ വിട്ടുപോകട്ടെ. ശാപത്തിൻ്റെ കേട്ടുകൾ അഴിയട്ടെ. ശാപത്തിൻ്റെ വാക്കുകൾ പറയുന്ന അരൂപി ഇവരുടെ നാവിൽ നിന്ന് വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയൊഴുകട്ടെ. 10,000ങ്ങളിലേക്ക് ഈ അഭിഷേകം ഇപ്പോൾ തന്നെ റൈറ്റ് നൗ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. നന്ദി കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും. ഓരുമോ നാമെല്ലാം യേശുവിൽ